ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഓവർ തിങ്കിങ്ങിനെ പറ്റിയാണ് കേട്ടോ. ഈ ഓവർ തിങ്കിങ്ങിനെ പറ്റി തന്നെ പലപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു ശീലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം. ചിലർ അതിൻ്റെ എക്സ്ട്രീമായിട്ട് അത് പിന്നെ നമ്മളെ ഒരു ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ അത്രയും ഒരു ഫെയിലർ തോട്ട്സിലേക്കൊക്കെ ലീഡ് ചെയ്യുന്ന കുറച്ച് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ശീലം തന്നെയാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഹാബിറ്റ്സിലെ അത് ഒഴിവാക്കുന്നതിനേക്കാളും ടഫസ്റ്റ് ജേണിയാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് ആ ഒരു ശീലത്തിനെ എടുത്തു മാറ്റുക എന്ന് പറയുന്നത്. കാരണം ഓൾ ഓഫ് എ സഡൻ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ചിന്തിക്കുന്നതിലുള്ള എല്ലാ കഴിവും പുറത്തെടുത്ത് അങ്ങനത്തെ ഒരു തരം ഹാബിറ്റാണ്. സോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഓവർ തിങ്കിങ്, എന്തുകൊണ്ടാണ് ഓവർ തിങ്കിങ് വരുന്നത്, എങ്ങനെ നമുക്കത് കുറച്ച് കൊണ്ടുവരാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈറ്റ് ബി കുറച്ച് നാളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ശീലത്തിനെ കുറച്ച് കൊണ്ടുവരാം. അതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ ഓവർ തിങ്കിങ് എന്ന ഒരു ശീലത്തിനെ പറ്റി എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഈ ഓവർ തിങ്കിങ് എന്നറിയാമോ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാതെ വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു റൈറ്റ് വേയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹിൻഡ് നമുക്ക് മുൻകൂട്ടി കിട്ടുകയാണെങ്കിൽ, വിചാരിച്ചു വെച്ചേക്കുന്ന എന്തെങ്കിലും കാര്യം അത് സംഭവിക്കാതെ വേറൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ മേളിൽ വീണ്ടും ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പോൾ വൺസ് നമ്മളത് ചിന്തിച്ച് തുടങ്ങി കഴിയുമ്പോൾ മുന്നോട്ടേക്ക്, അതായത് ആ ചിന്ത നിർത്താൻ പറ്റാതെ വന്നു കഴിയുകയും അതിൻ്റെ മുന്നോട്ടേക്ക് എക്സ്പെക്റ്റേഷൻസ് നമുക്ക് കൂടും. ഇന്നൊരു സംഭവം ഇന്നതായി വരാം, ഇന്ന കാര്യങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാം, ഇത്ര ആളുകൾ ഇതിലേക്ക് ആഡ് ഓൺ ആകാം, അല്ലെങ്കിൽ ഇന്ന കോൺസിക്വൻസസ് ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിന്തയെ നമ്മളങ്ങനെ കെട്ടഴിച്ചങ്ങ് വിടും. ചിന്തകളെ കെട്ടഴിച്ച് വിട്ടാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ ആ ചിന്തകളൊക്കെ ശരിയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളറിയാതെ നമുക്ക് വന്നു തുടങ്ങും. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങും. പിന്നെ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ നമ്മൾ കൺവിൻസ്ഡ് ആവില്ല, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സംശയങ്ങൾ കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കും. ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ആൻസർ കിട്ടുന്നത് വരെ, എന്നെ സ്വയം ഒന്ന് കൺവിൻസ്ഡ് ആക്കുന്നത് വരെ നമ്മൾ ആളുകളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളോട് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാം അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നിലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ക്യാരക്ടറിലേക്ക് എത്തും. അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിലാണെങ്കിലും നമുക്കൊരു സംശയത്തിൻ്റെ ഒരു കണ്ണോട് കൂടി നമ്മൾ ആരെയും കാണുള്ളൂ. അങ്ങനെ അതെല്ലാമാണ് ഈ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ആദ്യം ചിന്തിക്കാനുള്ളൊരു കാര്യം, ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ, അതായത് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും മിക്കവാറും ഒരു 99% എടുത്തോളം നമ്മുടെ തോട്ട്സ് എപ്പോഴും തോട്ട്സ് തന്നെയായി തീരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. കാരണം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവ് പൊതുവേ മനുഷ്യർക്ക് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. സോ നമ്മളെപ്പോഴും പേടിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് ലീഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഈ കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് വരും തോറും വേറെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇടപെടൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല, നല്ല കാര്യം തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ കഴിവതും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവും വഴിയില്ല എന്നുള്ളൊരു സംഭവം എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ എടുക്കുക. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുന്നത്, നമുക്ക് ഇഷ്ടം പോലെ സമയമുള്ളപ്പോഴാണ് നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ ചിന്തകൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് സമയമുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതിന് പറയാനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിവതും നമ്മളെ എൻഗേജ്ഡ് ആക്കി വയ്ക്കുക. ഈ ചിന്തിക്കാൻ അത്ര സ്പേസ് കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു
പോഡ്കാസ്റ്റ് രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതും കേൾക്കുന്നതും വഴി ആ ഒരു ചിന്തയിലേക്കായിരിക്കും നമ്മൾ കൂടുതലും പോവുക. അനാവശ്യ ചിന്തകൾ നമുക്ക് ഒഴിവായി പോകും. അതേപോലെ തന്നെ എൻഗേജ്ഡ് ആയിരിക്കുക ഇൻ ദ സെൻസ് ഡിജിറ്റലായിട്ട് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് പല പണികളും നമുക്ക് ചെയ്യാൻ പറ്റും, പല വർക്കുകൾ നമുക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ നമുക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റും. നമ്മളെ തന്നെ ഒന്നും കൂടിയും പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് എന്നുള്ളത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം സമയം കൊടുക്കാതിരിക്കുക. നമ്മൾ കഴിവതും ഈ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വന്ന് അപ്പോൾ കിടന്നുറങ്ങാം. ഉറങ്ങാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ കിടന്ന് ചിന്തിച്ച് പിന്നെ സമയം കിട്ടുമ്പോൾ ഉറങ്ങുക, ആ ഒരു പ്രവണതയൊക്കെ ഒഴിവാക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കഴിവതും സിംഗിൾ ടാസ്കിങ് ചെയ്യുക. സിംഗിൾ ടാസ്കിങ് ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ഒരു പർട്ടിക്കുലർ ടാസ്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കുറവായിരിക്കും. അപ്പം കീപ്പ് ഓൺ എൻഗേജിങ് എന്ന് പറയുന്നതിന് ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യുക എന്നതിന് വളരെയധികം പങ്കുണ്ട് കേട്ടോ. അടുത്തത് പറയാനുള്ള കാര്യമാണ് ഡോണ്ട് ബിലീവ് എവറിത്തിങ് ദാറ്റ് യു തിങ്ക് എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമായി സംഭവിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ മറ്റ് സോഷ്യൽ മീഡിയാസിലായിക്കോട്ടെ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് നിങ്ങൾ കാണാതിരിക്കുക, അങ്ങനത്തെ ചാനൽസ് ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സും അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ നമ്മളുടെ ചിന്തയിലേക്ക്, നമ്മുടെ ആലോചനകളിലേക്ക്, നമ്മുടെ ബുദ്ധിയിലേക്ക് കയറി വരുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പകരം വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക വഴി അൺവാണ്ടഡ് യൂസ്ലെസ് തോട്ട്സൊക്കെ നമ്മുടെ ചിന്തയിൽ നിന്ന് കയറി കൂടുന്നത് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തെങ്കിലും ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോസിപ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഒരു 1-2 ദിവസം നമ്മുടെ മൈൻഡിൽ അയ്യോ എന്നാലും അത് അങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും അവർക്ക് എങ്ങനെ തോന്നി, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കഴിവതും നമ്മളിലേക്ക് എത്തിക്കാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ചുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. സോ അതിനെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പേഴ്സണൽ ഗ്രോത്തിനും പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സിനും സ്കിൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യാനും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും, നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിലേക്ക് ചില ക്രൂഷ്യൽ മൊമെൻറ്റ്സ് വരും, ചില ഇൻസിഡൻസ് വരും, നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ചില മെഡിക്കൽ കേസസ് വരും, നമുക്ക് അങ്ങനത്തെയുള്ള ചില അനുഭവങ്ങളോട് കൂടിയതാണ് നമ്മുടെ ജീവിതം. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, ഡെയിലി ലൈഫിലേക്ക് ബാക്ക് ടു നോർമൽ വരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്, നടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലേക്കായിരിക്കും കൂടുതലായിട്ടും നമ്മൾ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് കരുതുക, സഡൻ നമ്മൾ അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു എൻഡിലേക്കായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതങ്ങനെ തന്നെയാണ്, അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ഇനി അതല്ല, നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരിക എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെയാണ്, നമ്മളൊരു വേസ്റ്റ് ആയിട്ടായിരിക്കും ചിന്തിക്കുക. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മൾ വിളിക്കുമ്പോൾ അവരെടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒരു 2-3 തവണയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു വേസ്റ്റ് റിസൾട്ടിലേക്കായിരിക്കും ചിന്തിക്കുക. അത് നമ്മൾ കേൾക്കുന്ന വാർത്തകളുടെയും നമ്മൾ കേൾക്കുന്ന ഇൻഫോർമേഷൻസിൻ്റെയും ന്യൂസിൻ്റെയും വീഡിയോസിൻ്റെയും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പലതരത്തിൽപ്പെട്ട വാർത്തകളുടെയും പരിണത ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ ഒരു ചിന്തകളിലേക്കും നമ്മുടെ ലൈഫിലേക്കും പതുക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. അത് ആരുടെയും കുറ്റമൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അങ്ങനെയാണ്. സോ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, മെഡിക്കൽ എമർജൻസീസ് വരുന്ന സമയത്ത്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് കഴിവതും ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു സംഭവമല്ലേ. ഫോർ എക്സാമ്പിൾ എനിക്കൊരു പനി വന്നു എന്ന് കരുതാം, ഞാൻ ആ പനി വേറെ രീതിയിലായി ഏറ്റവും എക്സ്ട്രീമായി ഞാൻ ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് ഇൻഷുറൻസ് ഇല്ല, സോ ഞാൻ എങ്ങനെയാണ് ആ എമൗണ്ട് ഉണ്ടാക്കുക, എനിക്ക് അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് എൻ്റെ ഈ പനി ലീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ട പണം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ പനിയും ജലദോഷം അങ്ങ് മാറും. പകരം നമ്മൾ ഈ ഓവർ തിങ്ക് ചെയ്തതിൻ്റെ സ്ട്രെസ്സും ഒരു നെഗറ്റീവ് എനർജിയും നമ്മളെ തന്നെ സ്പോയിൽ ചെയ്ത് നമ്മളുടെ ടൈമും ഒക്കെ അതവിടെ തീർന്നു എന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ വല്ലാതെ നമ്മളത് പ്രിപ്പയർ ചെയ്യാതിരിക്കുക, വല്ലാതെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ഒരു ടൈമില്ല, അത് പലപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില കാര്യങ്ങളല്ല, മിക്ക കാര്യങ്ങളിലും നമ്മൾ വല്ലാണ്ട് പ്രിപ്പയർ ചെയ്യുന്നേക്കാളും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതും സ്ട്രെസ് റിലീഫായിട്ടിരിക്കാൻ പറ്റുന്നതും ഓവർ തിങ്ക് ചെയ്യാതെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ പ്രാക്ടീസ് ചെയ്താലാണ്.
നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലില്ലേ, നാളെ വെള്ളപ്പൊക്കം വരുന്നു എന്ന് കരുതി നമ്മൾ ഇന്ന് തന്നെ മുണ്ട് കയറ്റി മടക്കി നടക്കേണ്ട ആവശ്യമില്ല എന്ന്. ചില കാര്യങ്ങളിലെങ്കിലും അത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഈ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു പഴഞ്ചൊല്ല് പൂർണ്ണമായും ആപ്ലിക്കബിൾ ആണെന്ന് തന്നെ വരാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഹൈലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതും ഇതിനോട് കൂടെ തന്നെ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഓവർ തിങ്കിങ്ങിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. നമ്മൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പർട്ടിക്കുലർലി അത്രയും ആക്യുറേറ്റ് ആയിട്ടൊരു 5 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ സ്വയം നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ്, എവിടെയാണ് നമുക്ക് കൂടുതലും, അതായത് നമ്മൾ ഇനേർട്ടായിട്ടിരിക്കുന്ന ടൈം ഉള്ളത്, അതിനെ ബിസിയാക്കി വെക്കുക. കഴിവതും നമ്മളെ ചിന്തകളെ ഇങ്ങനെ കെട്ടുപൊട്ടിയ പട്ടം പോലെ അഴിച്ചുവിടാൻ സമ്മതിക്കാതിരിക്കുക. ആക്യുറസി കൂടുതലായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധ കൂടുതലായിട്ടും വേണ്ട ടാസ്കുകൾ ചെയ്ത് പരിശീലിക്കുക. അതിൽ പല ഗുണങ്ങളുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. നമുക്കുള്ള അറിവ് വർദ്ധിക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന്. അപ്പം ഒരു സമയം ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആ സെയിം ടൈം നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് യൂസ്ഫുള്ളായി യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഞാൻ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.